ഫെബ്രുവരി 4 ഞായറാഴ്ച. മാർക്കോസ് 1:29 മുതൽ 39 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ഐറിഷ് മനുഷ്യൻ പൂർണ്ണമായും മദ്യപിച്ച് വനത്തിലൂടെ ഇടറി നടക്കുകയായിരുന്നു. അപ്പോഴാണ് നദിയിൽ ആളുകളെ സ്നാനപ്പെടുത്തുന്ന ഒരു പ്രസംഗകനെ കാണുന്നത്. മദ്യപാനി വെള്ളത്തിലേക്ക് നടന്നു. പ്രസംഗകൻ തിരിഞ്ഞ് അവനെ കണ്ട്, നീ യേശുവിനെ കണ്ടെത്താൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് അവൻ നിലവിളിച്ചു പറഞ്ഞു. ഉടനെ പ്രസംഗകൻ അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. പിന്നീട് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, സഹോദര, നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയോ? മദ്യപൻ പറഞ്ഞു, ഇല്ല, യേശുവിനെ കണ്ടെത്തിയില്ല. ഈ മറുപടി കേട്ട് ഞെട്ടിയ പ്രഭാഷകൻ അവനെ വീണ്ടും വെള്ളത്തിൽ മുക്കി കുറച്ചധികം നേരം. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ചോദിച്ചു, നീ യേശുവിനെ കണ്ടെത്തിയോ സഹോദര? അവൻ വീണ്ടും പറഞ്ഞു, ഇല്ല, ഞാൻ യേശുവിനെ കണ്ടെത്തിയില്ല. ഈ സമയമായപ്പോഴേക്കും പ്രസംഗകന്റെ ക്ഷമ കെട്ടു. വീണ്ടും അവനെ വെള്ളത്തിൽ മുക്കി കുറേ നേരം കഴിഞ്ഞിട്ട് പിടിച്ചുയർത്തി. മദ്യപൻ വേച്ച് ഒരിടത്തിരുന്നിട്ട് പ്രസംഗകനോട് ചോദിച്ചു, യേശുവിനെ നഷ്ടപ്പെട്ടത് ഇവിടെയാണെന്ന് തീർച്ചയാണോ? ഇന്നത്തെ സുവിശേഷ വായനയിലെ ശിമയോനും കൂട്ടാളികളും യേശുവിനെ തിരയുന്നത് നമ്മൾ കാണുന്നു. എല്ലാവരും അവനെ അന്വേഷിക്കുകയാണ്. യേശു പ്രാർത്ഥനയ്ക്കായി ഒരു സ്ഥലത്തേക്ക് പോയത് അവരാരും കണ്ടില്ല. തൽക്ഷണ സംതൃപ്തി നൽകുന്ന യേശുവിനെയായിരുന്നു അവർക്ക് ആവശ്യം. ജനക്കൂട്ടം യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു. കൂടുതൽ അവരിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിച്ചു. അവൻ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന സുവാർത്ത മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്ന വെല്ലുവിളി സ്വീകരിക്കുന്നതിന് പകരം യേശുവിനെ സ്വന്തമാക്കി കൂടെ നിർത്താൻ അവർ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പങ്കുചേരാൻ നമ്മെ ഓരോരുത്തരെയും ഇന്നത്തെ വായന ക്ഷണിക്കുകയാണ്. യേശു നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് നഷ്ടപ്പെട്ടത് നമ്മളാണ്. യേശു എപ്പോഴും സന്നിഹിതനാണ്. അവിടുന്ന് നമ്മുടെ പാതകളിലൂടെ നടക്കുന്നു. നമ്മെ കാത്തു സൂക്ഷിക്കാനും നയിക്കാനും അവിടുന്ന് തയ്യാറാണ്. നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മുടെ അരികിൽ തന്നെ നിൽക്കുന്ന അവനെ കണ്ടെത്തുക എന്നതാണ് നമുക്കുള്ള വെല്ലുവിളി. ഈ ചോദ്യം, നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയോ എന്ന് ഒരുപക്ഷെ മറ്റു ചിലർ നമ്മളോട് ചോദിച്ചേക്കാം. ആരെങ്കിലും യേശുവിനെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ചോദിക്കേണ്ടത്, നിങ്ങളെ കണ്ടെത്താൻ യേശുവിനെ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ്. തൽക്ഷണ സംതൃപ്തിയുടെ ഈ യുഗത്തിൽ വിശ്വസ്തരായ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മെ നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു ചിന്ത ഇന്നത്തെ സുവിശേഷം നൽകുന്നു. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് വന്നു. അന്നു മുതൽ അവൻ നമ്മോടൊപ്പം നിലനിൽക്കുന്നുണ്ട്.
അവൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അവനിപ്പോൾ നടക്കുന്നതും സംസാരിക്കുന്നതും അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെ അല്ല. പക്ഷെ അവൻ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു നമ്മെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെയും നമ്മുടെയും സ്നേഹനിധിയായ സ്വർഗീയ പിതാവുമായി ഒരു അടുത്ത ബന്ധത്തിലേക്ക് അവൻ നമ്മെ നിരന്തരം നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ജീവിതത്തിലൂടെ ലക്ഷ്യമില്ലാതെ ചുക്കാൻ പിടിക്കാതെ നടക്കുന്ന നമ്മളാണ് നഷ്ടപ്പെട്ടവർ. നമുക്ക് നമ്മെ കണ്ടെത്തുവാൻ യേശുവിനെ അനുവദിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Andhra.